കാസർഗോഡ് ജില്ലയിലെ എണ്ണപ്പാറയിലെ 16 വയസ്സുകാരിയുടെ ദുരൂഹ മരണത്തിൽ 15 വർഷത്തിന് ശേഷം പ്രതി അറസ്റ്റിലായിരിക്കുന്നു. പാണത്തൂർ സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. 2010 ജൂണിലാണ് ഈ പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. പിതാവിന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്തു. അന്വേഷണം നടത്തി, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ഇപ്പോൾ. ഈ ഒരു കേസ് അന്ന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 16 വയസ്സുകാരി ദുരൂഹമരണം, കാസർഗോഡ് ജില്ല എണ്ണപ്പാറ. ഈ 16 വയസ്സുകാരിയുടെ ദുരൂഹമരണം ഇപ്പോൾ ഈ 15 വർഷത്തിന് ശേഷം ഏതൊക്കെ രീതിയിലുള്ള തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിലാണ് പാണത്തൂർ സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ബനേഷ്, 2010 ഈ പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുന്നത്. വീട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത്, അതായത് കാഞ്ഞങ്ങാട്ട് ഒരു വാടക കോട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു ഈ പെൺകുട്ടി. കാസർഗോഡ് എണ്ണപ്പാറയിലെ 16 വയസ്സുകാരിയുടെ ദുരൂഹ മരണത്തിൽ 15 വർഷത്തിന് ശേഷം പ്രതി അറസ്റ്റിലായിരിക്കുന്നു. പാണത്തൂർ സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. 2010 ജൂണിലാണ് ഈ പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. പിതാവിന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജോസഫ് അഗസ്റ്റിൻ തുടരുന്നു. 2010 ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. ആ കാണാതായതിനെ തുടർന്ന് ഈ പോലീസിൽ പരാതിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. അമ്പലത്തറ പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 2021 കുടുംബം ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. ഇതിനൊടുവിൽ ഹൈക്കോടതി ഈ കേസ് ഗൗരവപൂർവ്വമായി അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഉദ്യോഗസ്ഥർക്ക് നൽകുകയുണ്ടായി. അതിനുശേഷവും ഇത്തരത്തിൽ പ്രതിയെ കണ്ടുപിടിക്കാനോ ഈ കാണാതായ പെൺകുട്ടിയെ കുറിച്ച് വിവരങ്ങൾ കണ്ടെത്താനോ പോലീസിനോ അന്വേഷണ സംഘത്തിനോ സാധിച്ചില്ല. പിന്നീട് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഒരു ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ഈ സ്പെഷ്യൽ സംഘമാണ് ഇത്തരത്തിൽ 15 വർഷത്തിന് ശേഷം ഈ കേസിനൊരു തുമ്പുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിർണായകമായത് ഈ പെൺകുട്ടിയുടെ കൂട്ടത്തിൽ സൗഹൃദം സ്ഥാപിച്ചിരുന്ന കരാറുകാരനും പാണത്തൂർ സ്വദേശിയുമായിട്ടുള്ള ബിജു പൗലോസിനെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എങ്ങനെയാണ്? അതായത് 2010 മുൻപ് തന്നെ ഈ പെൺകുട്ടിയുമായി ബിജു പൗലോസിന് ബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. പിന്നീട് ഈ പെൺകുട്ടി ബിജു പൗലോസിന്റെ കൂടെയായിരുന്നു പലപ്പോഴും താമസിച്ചു വരികയും ചെയ്തിരുന്നത്. ഇതിനിടയിൽ അവർ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഈ പെൺകുട്ടി മൈനറാണ്. ഈ കാര്യങ്ങളിൽ ഇപ്പോഴും പോലീസിനൊരു അവ്യക്തതയുണ്ട്. എന്തായാലും അതിനുശേഷം ഈ ബിജു പൗലോസ് തന്നെ ഇത്തരത്തിൽ ഈ പെൺകുട്ടി എറണാകുളത്തേക്ക് പോവുകയാണ് എന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. 6 മാസത്തേക്ക് തന്നെ വിളിക്കേണ്ടതില്ല എന്നാണ് ഈ പെൺകുട്ടി ഈ വീട്ടുകാരെ അറിയിച്ചത്. പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അതിനുശേഷം ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പോലീസ് പരിശോധനകളൊക്കെ നടത്തി, പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. ക്രൈംബ്രാഞ്ച് വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കോട്ടേഴ്സിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഈ ബിജു പൗലോസ് നൽകിയ മൊഴി. അതിനുശേഷം താൻ ഈ മൃതദേഹം ഒരു കായലിൽ കൊണ്ടുപോയി താഴ്ത്തിയെന്നും ഇയാൾ പറയുന്നുണ്ട്. പക്ഷേ ഈ മൊഴിയും പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. അതിനുശേഷം ഈ മൃതശരീരം പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ ആ ഘട്ടത്തിൽ ഈ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് ഇത് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഈ പെൺകുട്ടി കാണാതായ ആ ഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു മൃതദേഹ ഭാഗമുണ്ടായിരുന്നു. അത് DNA-ക്ക് അയച്ച് പരിശോധന നടത്തിയതിൽ നിന്നാണ് ഇത്തരത്തിൽ പെൺകുട്ടിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ കാലിലുണ്ടായിരുന്ന കൊലുസുകളെല്ലാം വീട്ടുകാർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ഏറെ വെല്ലുവിളി നിറഞ്ഞത്, അതായത് ഈ പെൺകുട്ടിയുടെയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് 10 വർഷം സാധിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ ഘട്ടത്തിൽ, അതായത് ഈ 2010 കാലഘട്ടത്തിൽ ജൂൺ മാസത്തിൽ കാണാതായ ഒരു സ്ത്രീയുടെ മൃതദേഹ ഭാഗങ്ങളിൽ നിന്ന് ഈ പെൺകുട്ടിയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ഇയാളെ വിശദമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇതിൽ ഇയാൾ പറയുന്ന, അതായത് പ്രതി പറയുന്ന പ്രധാന കാര്യം,
ഈ പെൺകുട്ടിയുമായി പലപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വിവാഹം കഴിക്കണമെന്ന് ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടു. ഇതിന് താൻ തയ്യാറായിരുന്നില്ല എന്നും ഈ പ്രതി ഈ പോലീസിനോട് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ പിന്നീട് പറയുന്നത് താൻ ഒരിക്കൽ വാടക ക്വാർട്ടേഴ്സിൽ എത്തി നോക്കുമ്പോൾ ഈ പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഈ കുറ്റകൃത്യം പുറത്തു വരാതിരിക്കാൻ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ താൻ തന്നെ ഈ പെൺകുട്ടിയെ ഈ കായലിൽ താഴ്ത്തുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അതുകൊണ്ട് തന്നെ ഇത് ഒരു കൊലപാതകമാണോ അതോ ഈ പെൺകുട്ടി സ്വയമായി ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷൻ കമ്മിറ്റി രംഗത്തുണ്ടായിരുന്നു. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ഈ കരാറുകാരനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടും ഇത്തരത്തിൽ മുമ്പും പലവിധ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഇയാൾ ഈ പോലീസിനോ മറ്റു സംവിധാനങ്ങൾക്കോ പിടികൊടുത്തിരുന്നില്ല. ഈ പോലീസ് ക്രൈംബ്രാഞ്ച് പറയുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടത്തിയതിന് ശേഷം ഇയാൾ നിയമവശങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ചിരുന്നു, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഇയാളുടെ സ്വത്തിലെ ഒരു വലിയ പങ്കും ഈ കേസിന്റെ നടത്തിപ്പിനും ഈ കേസ് ഒതുക്കി തീർക്കുന്നതിനും വേണ്ടി ഇയാൾ വിനിയോഗിച്ചു എന്നും പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായിട്ടുള്ള ബി ആളൂരിനെ ഉപയോഗപ്പെടുത്തിയാണ് ഇയാൾ പലപ്പോഴും കേസ് വാദിച്ചിരുന്നത്. ഈ തെളിവുകളുടെ അഭാവത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യരുതെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാക്കരുതെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണ ഇയാൾ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ശക്തമായ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. ഇന്ന് കാഞ്ഞങ്ങാട്ടെ വിവിധ പ്രദേശങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ബനേഷ്, ജോസഫ് അഗസ്റ്റിനാണ് കാസർഗോഡ് എണ്ണപ്പാറയിലെ 16 വയസ്സുകാരിയുടെ ദുരൂഹ മരണത്തിൽ 15 വർഷത്തിന് ശേഷം പ്രതി അറസ്റ്റിലായ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പാണത്തൂർ സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 2010 ജൂണിലാണ് ഈ പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. പിതാവിന്റെ പരാതിയിൽ അന്ന് അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതിന് ഫലപ്രാപ്തി വന്നിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ.